കേരളത്തിലെ ഫുഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം പൊറോട്ടയും ബീഫാണല്ലോ. പ്രോബ്ലം വരുന്ന ഇതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലാണ് അവിടെ വരുന്നത്. പിന്നെ ഇതിലുള്ള മൈദ, ഈ മൈദ എന്ന് പറഞ്ഞത് ഫൈബർ തീരെ ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ആണ്. ബീഫ് നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എണ്ണയൊക്കെ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ലതല്ല. അപ്പം ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണം. അത് കഴിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ബാലൻസ് ഡയറ്റ് ചെയ്യാന്നുള്ളത്. ചില ആൾക്കാർ പറയും വൈറ്റ് റൈസ് റെഡ് റൈസ് അല്ലെങ്കിൽ ബ്രൗൺ റൈസുമായിട്ട് വലിയ വ്യത്യാസമില്ല എന്ന് പറയും. റൈസ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് പറയും. ചിലർ പറയും ഗോതമ്പും അരിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നും പറയും. ശരിക്കും നമുക്ക് എന്ത് കഴിക്കാം? ഇവിടെ വാളെടുത്തവനൊക്കെ വിളിച്ച പാടാണ്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. അത് ഒരു 40% 50% ആവാവൂ. അതിൽ ഫൈബർ ഉണ്ടായിരിക്കണം. ഈ വൈറ്റ് റൈസും റെഡ് റൈസുമായിട്ടുള്ള വ്യത്യാസം എന്താ? റെഡ് റൈസിൽ ഫൈബർ കൂടുതലുണ്ട്. നിങ്ങൾക്കൊരു മിനിമം ഇൻടേക്ക് ഫൈബർ വേണ്ട ദിവസം ഒരു 30 grams ആണ്. വെജിറ്റബിൾസ് കഴിക്കണമെന്ന് പറയുന്നു. വെജിറ്റബിൾസിൽ ഉള്ളത് എന്താണ്? പ്രിഡോമിനൻ്റ്ലി ഫൈബറാണ്. അപ്പോൾ ഫൈബർ റിച്ച് ആയിരിക്കണം ഡയറ്റ്. കാർബോഹൈഡ്രേറ്റ് ഒരു 50% അതിൽ കൂടുതൽ കാണരുത്. പിന്നെ ഉള്ളത് പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസ് നല്ലപോലെ കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 40 gram 50 gram പ്രോട്ടീനൊക്കെ കഴിക്കേണ്ടി വരും. ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രോബ്ലം വരുന്ന ഓയിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളിലാണ് ഈ കുഴപ്പം ഉണ്ടാകുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു, ഫ്രൈ ചെയ്യുന്നു, ഒളിവ് ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം. ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിനെ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്.